സ്നേഹമുള്ളവരെ, അപ്പൊ ഇന്ന് ഞങ്ങളുടെ 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം പൂർത്തിയാകുകയാണ്. അപ്പൊ ഈ 15ാം വർഷത്തിൽ കഴിഞ്ഞുപോയ ആ കാലമൊക്കെ ഒന്ന് ഓർത്ത് എടുക്കുകയായിരുന്നു. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരുമിച്ച് പങ്കിട്ട് ഞങ്ങള് 15 വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ 15ാം വാർഷികം ആഘോഷിക്കാനായിട്ട് ദൈവം ഇടയാക്കിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം പള്ളിയിൽ പോയിരുന്നു. ചേട്ടന് വർക്കുണ്ടായിരുന്നു, അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ചേട്ടൻ വന്നതന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോയി തിരി കത്തിച്ച് വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി തിരി കത്തിച്ചു വരുന്ന വഴി ഞങ്ങളെ കേക്ക് മേടിച്ച് വന്നു. അപ്പോഴത്തേക്കും എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും നിലയിൽ എൻ്റെ അപ്പായും അമ്മയും നാത്തൂനും കുട്ടിയാ എത്തിയിരുന്നു. ആങ്ങളെ ഉണ്ടായിരുന്നില്ല, അവന് വർക്കുണ്ടായിരുന്നു. അപ്പം ആ വർക്കിന് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നുകൂടെ സന്തോഷമായി. കാരണം ഈ 15 വർഷം പൂർത്തിയാകുമ്പോൾ കേക്ക് മുറിക്കുമ്പോ അപ്പായും അമ്മ ഇപ്പൊ ഉണ്ടല്ലോ എന്ന സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. ലില്ലിയമ്മയും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ അപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് 18 വർഷമായി. അപ്പം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. എൻ്റെ 2 മക്കള് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തൊട്ട് അവരെ വളർത്തുന്നതിനും ഇത്രയും എത്തിച്ചതും വരത്തില്ലല്ലോ. അപ്പം വളരെയേറെ സന്തോഷമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പം ചേട്ടൻ എനിക്ക് എന്തോ ഗിഫ്റ്റ് കൊണ്ടുപോകട്ടോ. കുറേ നേരം കൊണ്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. കാരണം ചേട്ടൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് തരാറുണ്ടെന്ന് മുഖം കാണുമ്പോൾ അറിയാൻ കേട്ടോ. കാരണം എല്ലാ വർഷവും ചേട്ടൻ എനിക്ക് വിവാഹ വാർഷികത്തിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരും കേട്ടോ. എപ്പോഴും മുടങ്ങാതെ എനിക്ക് മേടിച്ച് തരും. അപ്പം അത് ഞാനെൻ്റെ മനസ്സിലിങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ കേക്ക് എനിക്ക് തരുന്നുണ്ട്, ഞങ്ങൾക്ക് കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ചേട്ടൻ ഈ പ്രാവശ്യം എനിക്കൊന്നും മേടിച്ചിട്ടില്ലേ, ചേട്ടൻ വളരെ സൈലൻ്റായിട്ട് നിൽക്കുകയാണല്ലോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം സർപ്രൈസ് എന്ന നിലയിൽ നിൽക്കുകയായിരിക്കും എന്നിങ്ങനെ മനസ്സിലോർത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി, എന്താ പറയുക, നന്നായിട്ട് എനിക്ക് ഒരു 15ാം വർഷം ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് പള്ളിയിൽ പോകും, ജസ്റ്റ് കേക്ക് നോക്കും, അങ്ങനെ ആരെയും അറിഞ്ഞില്ല കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസമായപ്പം അപ്പാടെ അനിയനുണ്ടായിരുന്നു, എൻ്റെ അപ്പയമ്മ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുള്ള ജീവിതത്തിലും സന്തോഷവും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചേർന്ന് പോകാനായിട്ട് ഒക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും. ചേട്ടൻ എനിക്ക് നല്ലൊരു സാരി ആണ് അതെല്ലാം കഴിഞ്ഞ് ന്യൂ ഇയറിന് ബാലൻസിന് കുറച്ച് കൊമ്പത്തിരിയും മസാല ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഇന്നത്തെ ദിവസം വളരെ കളറായിരുന്നു കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. എന്നോടൊപ്പം എന്നെ സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആയിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.